അപ്പോൾ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരയിലെ രണ്ടാം റൗണ്ട് പോരാട്ടം ഇന്ന് വൈകിട്ട് ഇൻഡോറിൽ നടക്കാൻ പോവുകയാണ്. ആദ്യ മത്സരത്തിൽ മൊഹാലിയിൽ നടന്ന പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ മികച്ച വിജയം നേടിയ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരത്തിൽ കൂടി വിജയിച്ച് പരമ്പര സ്വന്തമാക്കാനായിരിക്കും രാഹുൽ ദ്രാവിഡിൻ്റെ സംഘം ഇറങ്ങാൻ പോകുന്നത്. ആദ്യ മത്സരത്തിൽ നമുക്കറിയാം ശരിക്കും യുവ താരങ്ങളുടെ മികച്ച പ്രകടനം തന്നെ ഒരു നിലവിൽ നമ്മൾ കണ്ടത്. ശിവം ഡ്യൂബെ അതോടൊപ്പം തന്നെ ജിതേഷ് ശർമ്മ തുടങ്ങിയ താരങ്ങളുടെ മികച്ച പ്രകടനം അന്ന് കഴിഞ്ഞ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ആദ്യ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് 11-ൽ പ്രധാനമായും വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലാതിരുന്ന വിരാട് കോഹ്ലി ഇന്ന് രണ്ടാം റൗണ്ട് പോരാട്ടത്തിന് ഇൻഡോറിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വൺ ഡൗണായി എത്തിയ തിലക് വർമ്മ ഇന്ന് വിരാട് കോഹ്ലി 11-ലേക്ക് മടങ്ങിയെത്തുന്നതോടുകൂടി തിലക് വർമ്മ ഇന്ന് പുറത്തിരിക്കേണ്ടി വരും. അതായിരിക്കും മെയിനായിട്ടും ഇന്ത്യൻ നിരയിൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത്. ഓപ്പണിൽ ഇത്തവണ രോഹിത് ശർമ്മയ്ക്കൊപ്പം ശുഭ്മാൻ ഗിൽ തന്നെയായിരിക്കും. തിലക് വർമ്മയ്ക്ക് പകരം വിരാട് കോഹ്ലി 11-ലേക്ക് മടങ്ങിയെത്തും. ശിവം ഡ്യൂബെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് ഇന്നും സഞ്ജു സാംസൺ മലയാളി താരം സഞ്ജു സാംസൺ പുറത്തിരിക്കേണ്ടി വരും. ജിതേഷ് ശർമ്മ തന്നെയായിരിക്കും ഇന്നും വിക്കറ്റ് ഗ്ലൗസുമായി ഇറങ്ങാൻ പോകുന്നത്. റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ഹർഷ്ദീപ് സിംഗ്, മുകേഷ് കുമാർ എന്നിവരായിരിക്കും മറ്റ് താരങ്ങളെന്ന് പറയുന്നത്. സോ പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് വിരാട് കോഹ്ലി എത്തുന്നതോടുകൂടി തന്നെ തിലക് വർമ്മ ഇന്ന് പുറത്തിരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ മലയാളി താരം സഞ്ജു സാംസൺ ഇന്നും 11-ൽ സ്ഥാനം കിട്ടാൻ സാധ്യതയില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.